ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് എങ്ങനെ നമുക്ക് എറേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സപ്പോസ് ഇപ്പം നമുക്ക് API ഫെച്ചിങ്ങോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് ലോഡ് ചെയ്ത് വരുമ്പോൾ എറേഴ്സ് വല്ലതും വരുവാണെങ്കിൽ അതെങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ നമ്മളിവിടെ നോക്കിയത് ഇവിടെ ഡേറ്റാബേസിൽ നിന്നാണ് നമ്മൾ ഡേറ്റ എടുത്ത് ഇവിടെ കാണിക്കുന്നത്. സോ ഇൻ കേസ് ഇപ്പോൾ ഡേറ്റാബേസിനകത്ത് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എറർ വരും. സോ ആ എറേഴ്സ് നമുക്ക് എങ്ങനെ ഈ നമ്മുടെ സൊല്യൂഷനകത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇപ്പോൾ മീൽസിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് മീൽ ഐറ്റംസ്, ഓക്കെ ഇവിടെ അല്ല, ഡേറ്റയ്ക്കകത്ത് നമ്മളിവിടെ മീൽസ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ഇതിനകത്ത് ഞാനൊരു എറർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ത്രോ ന്യൂ എറർ, ഇതിനകത്ത് മീൽസ് ഡേറ്റ നോട്ട് ഫൗണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എറർ എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ മതി. ഇവിടെ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മുടെ ഈ ഗെറ്റ് മീൽസ് ഡേറ്റയ്ക്കകത്ത് നമുക്കിവിടെ ഇങ്ങനെ ഒരു എററാണ് നമുക്കിവിടെ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാനിത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അത് ആക്ച്വലി നമുക്ക് എറർ വരുമ്പോൾ ഈ Next.jsനകത്തുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു എറർ ആണ് ഇവിടെ കാണിക്കുന്നത്, ഈ മെസ്സേജ്. ഓക്കെ, സോ ഈ എറർസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് നമ്മുടെ വെബ്സൈറ്റ് പൊട്ടാതെ തന്നെ നമുക്ക് എങ്ങനെ നമുക്ക് എറർസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അതിന് ഞാനിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ ഈ ആപ്പ് ഫോൾഡറിനകത്ത് നമ്മൾ error.tsx എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു ഫയൽ റിസർവ്ഡ് ഉള്ള ഫയലാണ്, കാരണം നമ്മളെ Next.jsനകത്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ എററിനകത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്പിനകത്ത് എല്ലാത്തിലും കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് Next.js, അതായത് നെസ്റ്റഡ് പേജിനകത്ത് നമുക്ക് എറർ അതിനകത്ത് കാണിക്കും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്ലോബലി മൊത്തത്തിൽ കിട്ടും. പക്ഷേ എനിക്കൊരു പർട്ടിക്കുലർ പേജിനകത്ത് മാത്രമാണെങ്കിൽ ഞാൻ ഈ എറർ ഫയലിനെ ഞാൻ പിടിച്ച് ഇതിനകത്തോട്ട് ഇടും. കാരണം നമുക്ക് മീൽസ് പേജിനകത്താണ് നമ്മുടെ ഡേറ്റ ഫെച്ച് ചെയ്യുന്നത്. സോ അവിടെ മാത്രം എനിക്ക് എറർ കാണിച്ചാൽ മതി. അപ്പോൾ അതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫങ്ഷൻ എന്ന് പറയുന്നത് എറർ പേജ്. ഓക്കെ, എറർ പേജിനകത്ത് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത് ഇതിൻ്റെ അകത്തൊരു മെയിൻ കാണും. മെയിനിനകത്ത് ഒരു h1 ടാഗ്, എന്നിട്ട് നമ്മളിവിടെ ഒരു കീ എലമെന്റ് നമുക്കിവിടെ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ h1നകത്ത് നമ്മളിവിടെ ഇവിടെ നമുക്ക് എറർ മീൽസ് ഡേറ്റ കുഡ് നോട്ട് ബി ഫൗണ്ട്. ഇത് ജസ്റ്റ് ഒരു ഡമ്മി ടെക്സ്റ്റ് ആണ്, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ടെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ്പോർട്ട് ഡീഫോൾട്ട് ഫംഗ്ഷൻ്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ എറർ അടിക്കുന്നുണ്ട്. അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു എറർ കാണിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ക്ലയൻറ്റ് കോമ്പോണൻ്റ് ആണ്, ഇത് സെർവർ സൈഡ് കോമ്പോണൻ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മളിവിടെ യൂസ് ക്ലയൻറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യും. യൂസർ സി ചെറുതാണ്. അപ്പോൾ നമുക്കിങ്ങനെ ലോഡിങ് വരുമ്പോൾ നമുക്കിങ്ങനെ എറർ മീൽസ് ഡേറ്റ കുഡ് നോട്ട് ബി ഫൗണ്ട് എന്ന് പറഞ്ഞാണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് വേണമെങ്കിൽ സ്റ്റൈൽ നമുക്ക് ആഡ് ചെയ്യാം. സ്റ്റൈൽ ആഡ് ചെയ്യുന്നത് നമുക്ക് ഗ്ലോബൽ CSSനകത്ത് തന്നെ നമുക്ക് ഇവിടെ 2 സ്റ്റൈൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എററിനുണ്ട്, അപ്പം നമ്മൾ അതെടുക്കുക. അതെടുത്തിട്ട് നമ്മൾ പേജ് മൊഡ്യൂളിനകത്തോട്ട് സെറ്റ് ചെയ്യാം.
നമ്മൾ റീഫ്രഷ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് കൊടുക്കണം. ഇവിടെ ഇമ്പോർട്ട് ക്ലാസ്സസ് ഫ്രം പേജ് മോഡ്യൂൾ ഡോട്ട് CSS. എന്നിട്ട് ഇവിടെ നമ്മൾ ക്ലാസ് നെയിം ഈക്വൽ ടു ക്ലാസ്സസ് ഡോട്ട് ഈ മോഡ്യൂളിനകത്ത് എറർ h1 ആണ്, ഡോട്ട് എറർ h1. ഓക്കെ, നമുക്കിവിടെ എറർ എന്ന് പറഞ്ഞാണ് ക്ലാസ് നെയിം കൊടുക്കേണ്ടത്. ഇത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, സോ നമ്മുടെ സ്റ്റൈൽ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡേറ്റ ഫെച്ച് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും എറർ കാണിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് കാണിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് മൊത്തം ക്രാഷ് ആവും. സോ അങ്ങനെ എറർ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, error.tsx എന്ന് പറഞ്ഞ ഫയൽ. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇൻകറക്റ്റ് URL, അതായത് നമുക്ക് ഇപ്പം മീൽസ് നമ്മളിങ്ങനെ വേറൊരു URL കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 404 നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ പേജ് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും വരുന്നത്, കാരണം ഈ ഒരു URL ഇല്ല നമുക്ക്. സോ ഇങ്ങനെ ഒരു 404 വരുവാണെങ്കിൽ അതിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യണം. സോ അങ്ങനെ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ ഒരു നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞൊരു റിസർവ്ഡ് ഫയലുണ്ട്. അതായത് Next.jsനകത്ത് ഒരു ഫയൽ റിസർവ്ഡിൽ ഒന്നാണ് നോട്ട് ഫൗണ്ട്. അതിന് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യണം. അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ സെയിം സാധനം തന്നെ നമ്മളിവിടെ നോട്ട് ഫൗണ്ടിന് ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇമ്പോർട്ട് സ്ലാഷ് പേജ് മോഡ്യൂൾ ഡോട്ട് CSS. ഓക്കെ, CSS നമുക്ക് നോക്കാം. ഇവിടെ പകരം നമ്മൾ നോട്ട് ഫൗണ്ട് പേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. എന്നിട്ട് അവള് entered page not found. നമുക്കിവിടെ ഡോട്ട് സ്ലാഷ് പേജ് മൊഡ്യൂൾ ഡോട്ട് CSS നോക്കാം. ഇവിടെ നമുക്ക് ക്ലാസ് നെയിം എന്ന് പറഞ്ഞ് ഇവിടെ എറർ എന്ന് പറയുന്നത് നമുക്കിവിടെ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ ക്ലാസ് ഇവിടെ ഉണ്ട്, അത് കൊടുത്താൽ മതി. ക്ലാസസ് ഡോട്ട് നോട്ട് ഫൗണ്ട് നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല. പകരം നമ്മളിവിടെ എന്ത് ചെയ്യണം? നമ്മളിവിടെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇവിടെ സ്റ്റൈൽ അപ്ലൈ ചെയ്തിട്ടില്ല. സോ ഇത് ഏത് പേജ് മൊഡ്യൂളാണ്? ഡോട്ട് സ്റ്റാർ പേജ് മൊഡ്യൂൾ. തൽക്കാലം നമുക്ക് ഡോട്ട് സ്ലാഷ് തൽക്കാലം നമുക്ക് ഈ സ്റ്റൈൽ തന്നെ ആഡ് ചെയ്യാം. നമ്മൾ റീഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞ പേജാണ് കാണിക്കുന്നത്. ഓക്കെ, സോ എറർ ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ നമുക്ക് നോട്ട് പേജ് എന്ന് പറഞ്ഞൊരു ഫയൽ, ഈ രണ്ട് ഫയൽ റിസർവ്ഡിൽ നമുക്ക് എങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം, അതുപോലെ എങ്ങനെ നമുക്ക് സ്റ്റൈൽ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ലോജിക് അപ്ലൈ ചെയ്യുന്നത്, നമുക്ക് ഈ രണ്ട് ഫയൽസ് ആണ് നമുക്കുള്ളത്. എറർ ഹാൻഡിൽ ചെയ്യാനുള്ളതും പിന്നെ പേജ് നോട്ട് ഫൗണ്ടിനുള്ള സെപ്പറേറ്റ് ഒരു പേജ് ഫയലോ. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിനകത്ത് ഇടുക. ഓക്കെ, ബൈ.